മാർക്ക് ഒരു എനർജി നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മാൻ ശക്തി മാൻ. അതായത് ആ മൈക്രോ സർക്കുലേഷൻ ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം ഇത് സ്ത്രീകൾക്ക് നമ്മൾ പല മെൻസ്ട്രേഷൻ റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ പുരുഷന്മാർക്കും ഒരു സഹായിന്റെ ആവശ്യമുണ്ട്, ഇല്ലേ? യെസ്, കാരണം അവരിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശുക്ല സംബന്ധമായിട്ടുള്ള ഒലിഗോസൂസ്പെർമിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ അതിലായിരുന്നു എന്റെ സ്റ്റഡി. MD മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുമ്പോൾ ഒലിഗോസൂസ്പെർമിയയിലായിരുന്നു എന്റെ സ്റ്റഡി. അതായത് പുരുഷന്മാരിൽ ശുക്ലത്തിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവ്, ഓക്കെ, അതുമൂലം ഉണ്ടാകുന്ന വന്ധ്യത. ഇനിയോ ശുക്ലത്തിന്റെ കുറവ് മാത്രമല്ല, അസൂസ്പെർമിയ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതായത് ശുക്ലം ഒട്ടും തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പിന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ലിംഗത്തിന്റെ ഉദ്ധാരണം നടക്കാതിരിക്കുക, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പുരുഷന്മാരിൽ കണ്ടുവരുന്നുള്ളത്. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരമാണ് മാൻ ശക്തി മാൻ എന്നാണോ? അല്ല, ഇതെന്താണ്? ആ ഒരു എനർജി നൽകാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അപ്പം ഒലിഗോസൂസ്പെർമിയ, അതായത് ശുക്ലക്കുറവില് അതിനൊക്കെ അത്ര കണ്ട് ഫലം ഇത് ചെയ്യുന്നില്ല. ആ സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഒരു എനർജി പുരുഷന്മാർക്ക് നൽകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മാൻ ശക്തി മാൻ. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? വെളുത്ത എള്ള് ഇതില് അടങ്ങിയിട്ടുണ്ട്, തിലം. ഓക്കെ, അപ്പൊ ഈ വെളുത്ത എള്ള് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് നമ്മൾ ഹോർമോൺ പറഞ്ഞു, അതുപോലെ തന്നെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ പറഞ്ഞ ഹോർമോൺ ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ അതിന്റെ ഉൽപാദനം നടക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ അവർക്ക് എനർജി, ആ സെക്ഷുവൽ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ശക്തി, അതൊക്കെ തരുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോർമോണാണ്. അപ്പൊ അതിന്റെ അളവ്, അതിന്റെ ഉൽപാദനം കൃത്യമായിട്ട് നടക്കണം. അതിനുവേണ്ടി സഹായിക്കുന്നതാണ് വെളുത്ത എള്ള്. പിന്നീട് കുങ്കുമം, ആ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മൈക്രോ സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. നീർമരുത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കാർഡിയോ ടോണിക് ആണ്, നമ്മുടെ വെൽ ഹാർട്ടില് ഉണ്ടായതാണ് ആ നീർമരുത്. അപ്പം ആ പെനിസിന്റെ ഇറക്ഷൻ ഒക്കെ ഹൈ സർക്കുലേഷൻ അവിടെ ആവശ്യമാണ്. അപ്പൊ അതിനായിട്ട് ഈ നീർമരുത് സഹായിക്കുന്നു. പിന്നീടാണ് സഫേദ് മുസ്ലി. അതെന്താണ്? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വാജീകരണമായിട്ടുള്ള ഒരു ഔഷധമാണ് മുസ്ലി, നിലപ്പന കിഴങ്ങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് മേജർ ആയിട്ട് ഉള്ളത്. അപ്പം ഈ ചെറിയ രീതിയിലുള്ള ആ ഒരു ബലക്കുറവ്, അത്തരത്തിലുള്ളതിലൊക്കെ നമുക്ക് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് മാൻ ശക്തി മാൻ. അപ്പൊ അതൊരു 1 to 2 ക്യാപ്സ്യൂൾസ് വീതം രാവിലെയും രാത്രിയും ആഹാരത്തിന് ശേഷം നിർദ്ദേശിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഒരു 3 മാസക്കാലം തുടർച്ചയായിട്ട് ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കാം. അപ്പൊ ഇത് ഒരിക്കലും വയാഗ്ര പോലെയുള്ള ടാബ്ലറ്റ്സ് പോലെ ഇത് അത്രയും നമ്മൾ പറഞ്ഞു ആ ഒരു ശക്തിയാണ് നൽകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വയാഗ്ര ടാബ്ലറ്റ്സ് ഒക്കെ പെനിസിന്റെ ഇറക്ഷൻ വളരെ ദീർഘനേരത്തേക്ക് അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് വയാഗ്ര ടാബ്ലറ്റ്സ് ഒക്കെ. അപ്പൊ അതേപോലെയുള്ള ഒരു എഫക്റ്റ് നമ്മളുടെ ഇതിന് കിട്ടും എന്നുള്ളതല്ല. വയാഗ്ര ഒക്കെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഈ സ്റ്റഡി ഒലിഗോസൂസ്പെർമിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ വയാഗ്ര ടാബ്ലറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് വന്ധ്യത വന്നവര് ഉണ്ട്. അവരുടെ ഈ ചെറുപ്പ സമയത്ത് വയാഗ്ര ടാബ്ലറ്റ്സ് ഒക്കെ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്ത് അതിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച് ഒരു നല്ല ഒരു 20-25 വയസ്സെത്തുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞ് കുട്ടികളാവാതിരിക്കുമ്പോഴാണ് വരുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിൽ വയാഗ്ര ടാബ്ലറ്റ്സ് ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ഇറക്ഷൻ, ദീർഘനേരത്തേക്ക് ഇറക്റ്റഡ് ആയിട്ട് പെനിസ് നിൽക്കും. ആ ഒരു എഫക്ട് നമ്മളുടെ മാൻ ശക്തി മാൻ കഴിച്ചത് കൊണ്ട് ഉണ്ടാവില്ല. പക്ഷെ വയാഗ്രയിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് പലതാണ്. അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ മാൻ ശക്തി മാനിലില്ല. കാരണം എല്ലാം നമ്മളുടെ എള്ള്, നിലപ്പന കിഴങ്ങ് ഒക്കെ നീർമരുത് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു ഇറക്ഷൻ ഒക്കെ വേണ്ടി സഹായിച്ച ആ ഒരു എനർജി ഒക്കെ നൽകാൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ മാൻ ശക്തി മാൻ.